ഹലോ എവരി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു സേമിയ ഉപ്മാവുമായിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ വെള്ളം ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിച്ച് നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഈ സേമിയയുടെ മുകളിലേക്ക് ഒഴിക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേമിയയുടെ മുകളിലേക്ക് ഈ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കൊഴുപ്പും ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് വെച്ച് നിരത്തി വെക്കുക. എന്നിട്ട് തണുപ്പാറാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഇതൊക്കെ എളുപ്പമായിരിക്കും. ഞാനെപ്പോഴും രാത്രിയിൽ ഇതൊക്കെ ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ്. എന്നിട്ടൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്നിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം വറ്റൽ മുളക്, ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇവ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കണം. ഈ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഇത് രണ്ടും നല്ലതുപോലെ വേവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ വിടർത്തി ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഒന്നും ഒട്ടി പിടിക്കാതിരിക്കുകയുള്ളൂ. അതിനുശേഷം തേങ്ങ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.